കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, ഇടത് കോട്ടയിൽ വിള്ളൽ വീഴുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കാരണം അവിടെ നമുക്കറിയാം ഇടതിൽ വലിയ വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്, വിമതർ കൂടുതലായിരുന്നു, പല വിഷയങ്ങളിലും സംസ്ഥാന നേതാക്കൾ വരെ ഇടപെടേണ്ട സാഹചര്യം LDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്നാൽ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്, പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലെല്ലാം തിരിച്ചുപിടിച്ചെടുക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. BJP-ക്ക് വേണ്ട രീതിയിൽ പ്രചാരണം നടത്താൻ സാധിച്ചോ? കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും? ധന്യ, കൊല്ലത്തെ ഇടതുകോട്ട തകർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് ഇത്തവണയും നടക്കണമെങ്കിൽ വലിയ അത്ഭുതങ്ങളൊക്കെ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലയിലെ 56 ഡിവിഷനിലെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ഈ അവസാനവട്ട റോഡ് ഷോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആശ്രാമം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. നമ്മൾ കാണുന്നുണ്ടാകാം, അതായത് ഇരുചക്ര വാഹനത്തിൽ മുന്നിൽ സ്ഥാനാർത്ഥി തന്നെ വന്നുകൊണ്ട് അത്തരത്തിൽ ഒരു റോഡ് ഷോയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇരുചക്ര വാഹനത്തിലാണ്? അതെ 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 ഞാൻ സാധാരണക്കാരൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ഇതനുസരിച്ചൊരു LDF-ന് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സാധാരണ രീതിയിലുള്ള സ്ഥാനാർത്ഥിയുണ്ട്. സാധാരണക്കാരുടെ വാഹനമായ ഇരുചക്ര വാഹനത്തിലാണ് നമ്മുടെ പ്രചരണം. ഈ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ? തീർച്ചയായിട്ടും ആശ്രാമ നിവാസികളുടെ പൂർണ്ണമായിട്ടും സപ്പോർട്ടുണ്ട്. ഈ ഡിവിഷനിൽ എല്ലാ ആൾക്കാർക്കും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും വിജയിക്കുമെന്ന് തന്നെയാണ് ഒരു ആവേശം തന്നെയാണ്. തീർച്ചയായിട്ടും കൊട്ടിക്കലാശം ഒരു ആവേശം കൊട്ടിക്കൊട്ടി തന്നെ മുന്നേറുകയാണ്. പാട്ടൊക്കെ പാടി വിജയിക്കുമെന്നാണോ കരുതുന്നത്? പാട്ടൊക്കെ പാടി വിജയിക്കും. ശബ്ദം വെച്ച് അടച്ചിരിക്കുകയാണ്. എല്ലാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാട്ട് പാടിയാലേ വോട്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും പാടിക്കും. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 4 വരി കൂടെ പാടാം. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടാൻ സന്തോഷമേ ഉള്ളൂ. 4 മണിപ്പൂവേ 4 മണിപ്പൂവേ നാടുണർന്നു മലക്കാടുണർന്നു 4 മണിപ്പൂവേ നീ ഉണരില്ലേ 4 മണിപ്പൂവേ 4 മണിപ്പൂവേ നാടുണർന്നു മലക്കാടുണർന്നു 4 മണിപ്പൂവേ നീ ഉണരില്ലേ 4 മണിപ്പൂവേ 4 മണിപ്പൂവേ. 4 മണിക്കാണ് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്തായാലും ഇത്തവണ ആശ്രാമം വാർഡ് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും പങ്കുവെക്കുന്നത്. ഇതുപോലെ പാട്ടൊക്കെ പാടി ആ പാട്ട് കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തന്നെയാണ് കൊല്ലം കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനുകളിലും CPM-ന്റെയും ഒപ്പം UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് എത്തരത്തിലാണ് എന്നുള്ളത് വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതെല്ലാം 13-ാം തീയതി അറിയും. വാശിയേറിയ മത്സരം തന്നെയാണ്. കാര്യം ഈ ഇടതുപക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഈ സ്ഥലത്ത് പോലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇത്തവണ UDF-ന്റെയും BJP-യുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. അതിനെയൊക്കെ ആ ഒരു മേൽക്കൈ കൊണ്ട്, അതായത് ഇടതുപക്ഷ കോട്ട എന്നുള്ള ഒരു മേൽക്കൈ കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നേതാക്കളും പങ്കുവയ്ക്കുന്നത്. ധന്യ.